ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അശ്വതീസ് ഡിജിറ്റൽ ടെക്. അപ്പം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 13-നാണ്. ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ആപ്ലിക്കേഷൻ അയക്കാൻ ആർക്കെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന സൈറ്റ് എന്ന് പറയുന്നത് KDRB www.kdrb.kerala.gov.in. അത് നമ്മുടെ ഒരു വെബ് ബ്രൗസറിനകത്തേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് KDRBയുടെ സൈറ്റ്, അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ സൈറ്റ് ഓപ്പൺ ആയി വരും. അവിടുത്തെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ വെബ്സൈറ്റിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് 1 ടൈം രജിസ്ട്രേഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇമെയിൽ ID പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അപ്പം നമ്മൾ ആ ലോഗിൻ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവിടെ ആധാർ നമ്പർ യൂസ് ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ID ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മുടെ ആധാറിലെ നെയിം അവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. അവിടെ ടിക്കുണ്ട്, ആ ടിക്ക് കളയരുത്, ഇത് വേണ്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരുവാണ്. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഫേയിൽ പോകാൻ ടൈം ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ചോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആധാർ നമ്പറും ആധാർ നെയിമുമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ആ ബ്ലൂ കളറിലെ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ നമ്മുടെ ഇമെയിൽ IDയും പാസ്വേഡും നമ്മൾ കൊടുക്കണം. അതായത് നമുക്ക് ഓൾറെഡി ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കുണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും ഇപ്പം ഫേസ്ബുക്ക് ID അങ്ങനെയുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു Gmail ID ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇമെയിലും പാസ്വേഡും അവിടെ കൊടുത്ത്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയതായിട്ട് മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതൊരു ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഇതിന് ശേഷം മെയിൽ ID പാസ്വേഡും കൊടുത്തതിന് ശേഷം ക്യാപ്ച അടിച്ച് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്രൊഫൈൽ എൻട്രിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിലേക്ക്, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ OTP വെരിഫൈ ചെയ്യുക. നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീസെൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. പുതിയതായിട്ട് മെയിൽ ID ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ താഴെ കമൻറ്റ് ഇടുക. നിങ്ങൾക്കൊരു മെയിൽ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ദേവസ്വം മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രൊഫൈലിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചെയ്യേണ്ടത് ഈ പ്രൊഫൈൽ എൻട്രിക്കകത്ത്. സെക്കൻഡ് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫോട്ടോ ചെയ്യുന്നതും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതും. ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണം. നിങ്ങൾ 1 by 1 ആയിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ആഡ് ചെയ്യണം. ഒപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് PDF ആക്കി ഇടുക. അഡോബിനകത്ത് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി, അതാണ് ഈസി വേ. ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജ് റീസൈസ് എന്നുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യാം. ദെൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ദെൻ സർവീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതായത് ദേവസ്വം ബോർഡിൽ സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അത് ഓരോന്നായിട്ട് ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് എന്തെങ്കിലും ഉള്ള വെയിറ്റേജ് കാര്യങ്ങൾ കിട്ടുന്നതിനുള്ളതുണ്ടെങ്കിൽ അത് കൊടുക്കാം. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷമാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എടുക്കേണ്ടത്. അത് ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. താങ്ക് യു സോ മച്ച്.